നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ തുടങ്ങി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി വരെ പത്രിക സമർപ്പിക്കാം. വാർത്ത വിശദമായി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings. ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ. Sunrise Hospital. Care beyond cure. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ തുടങ്ങി. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി വരെ പത്രിക സമർപ്പിക്കാം. പത്രിക സമർപ്പിക്കുന്നയാൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ തൻ്റെ നിർദ്ദേശകൻ വഴിയോ പൊതു നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് ഫോറം 2 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സ്ഥാനാർത്ഥി ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടറായിരിക്കണം. പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. സ്ഥാനാർത്ഥി ബധിര മൂകനായിരിക്കരുത്. സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്നയാൾ അതേ വാർഡിലെ വോട്ടറായിരിക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് 3 സെറ്റ് പത്രിക സമർപ്പിക്കാം. സംവരണ സീറ്റുകളിൽ മത്സരിക്കുന്നവർ ആ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ അധികാരത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പത്രികയോടൊപ്പം അതത് സ്ഥാനങ്ങളിലേക്ക് നിശ്ചിത തുക കെട്ടിവെക്കണം. ഗ്രാമപഞ്ചായത്തിൽ 2000 രൂപയും ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ 4000 രൂപയും കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ 5000 രൂപയുമാണ് കെട്ടിവെക്കേണ്ടത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തുകയുടെ പകുതി മതി. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം കെട്ടിവെക്കേണ്ട തുക അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അടച്ച് അതിൻ്റെ രസീത് പത്രികയോടൊപ്പം വരണാധികാരിക്ക് സമർപ്പിക്കാം. പണം നേരിട്ട് വരണാധികാരിയുടെ പക്കൽ ഏൽപ്പിച്ചും ട്രഷറിയിൽ അടവാക്കിയും നിക്ഷേപിക്കാം. സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത, പത്രിക സമർപ്പിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥി ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകൾ, സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും ആസ്തിയും ബാധ്യതയും, സർക്കാരിനോ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശിക, അയോഗ്യതയായിട്ടുണ്ടെങ്കിൽ അക്കാര്യം തുടങ്ങിയ വിവരങ്ങൾ പത്രികയോടൊപ്പം ഫോറം 2A സമർപ്പിക്കണം. ഒരാൾക്ക് ഒരു തദ്ദേശ സ്ഥാപനത്തിലെ ഒരു വാർഡിൽ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. എന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ വ്യത്യസ്ത തലങ്ങളിൽ മത്സരിക്കാം. നാമനിർദ്ദേശ പത്രികയും 2A ഫോറവും പൂർണ്ണമായി പൂരിപ്പിക്കണം. സ്ഥാനാർത്ഥികൾ വരണാധികാരി മുൻപാകെയോ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥർ മുൻപാകെയോ നിയമപ്രകാരം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്ത് നിശ്ചിത ഫോറത്തിൽ ഒപ്പുവെച്ച് പത്രികയോടൊപ്പം സമർപ്പിക്കണം. ആലങ്കോട്, നന്നമുക്ക്, എടപ്പാൾ, വട്ടംകുളം, കാലടി, പെരുമ്പടപ്പ്, വിളയങ്കോട്, മാറഞ്ചേരി എന്നിവിടങ്ങളിൽ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും പത്രിക സമർപ്പിച്ചു. ബാക്കിയുള്ളവർ വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്ന് അതത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഇടതന്മാരുടെ ദുർഭരണത്തെ പ്രിയപ്പെട്ട വോട്ടർമാരെ